Once again, welcome back to KC's Classes. KC's Classes in എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. Calicut University Bcom BBA 6th semester exams ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എക്സാം വരുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സിന്റെ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം പേപ്പേഴ്സും തിയറി പേപ്പേഴ്സിൻ്റെ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 6th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് GST, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബികോം സ്റ്റുഡൻസിനും BBA സ്റ്റുഡൻസിനും മാനേജ്മെന്റ് സയൻസ്, ദെൻ പഴയ സിലബസിലുള്ള സ്റ്റുഡൻസിന് ഇൻകം ടാക്സ്, ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. 6th സെമസ്റ്റർ UG ഡിഗ്രി എക്സാമിനേഷൻ മാർച്ച് 2023, ഇൻകം ടാക്സ് ആൻഡ് GST 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് 1 by 1 ആയിട്ട് പോകാം കേട്ടോ. സോ ഇതാണ് ഇൻകം ടാക്സ് ആൻഡ് GST 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. 80 മാർക്ക്, 3 മണിക്കൂർ വരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാൻ വരുന്നത് 15 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്സ് വീതം. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, സ്റ്റേറ്റ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്തതാണ്. നമുക്ക് എന്തായാലും സെറ്റ് ഓഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ നമുക്ക് നേരെ അതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് ആൻസർ, സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. സോ സ്റ്റേറ്റ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. Short term capital loss can be set off against both short term capital gain and long term capital gain, not against income under other heads. Long term capital loss can be set off only against long term capital gain. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറയണത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. നോട്ട് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്സ്, മറ്റൊരു ഹെഡുമായിട്ടും പോസിബിൾ അല്ല. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ തന്നെ പോവാം. Number 2, what do you understand by aggregation of income? Aggregation of income എന്താണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വരുന്ന എക്സാമിനും നിർബന്ധമായും പഠിച്ചിരിക്കണം. Normally, every assessee is liable to pay income tax on his own income, but there are certain such incomes or amounts which apparently are not the income of the assessee. Even then, they are deemed to be the income of the assessee under the various provisions of Income Tax Act. Such incomes are added to the income of assessee are called deemed income or aggregation of income. എന്താ സംഭവം? സാധാരണ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രീവിയസ് ഇയറിലെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഇൻകത്തിന്മേയാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇത് മാത്രമല്ലാതെ കണ്ട് മറ്റ് വ്യക്തികളുടെ ഇൻകം നമ്മുടെ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയാം. ഓക്കെ, 2 മാർക്സ് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ. ബട്ട് ദർ ആർ സർട്ടൻ സച്ച് ഇൻകംസ് ഓർ എമൗണ്ട്സ് വിച്ച് ആർ അപ്പാരന്റ്ലി ആർ നോട്ട് ദി ഇൻകം ഓഫ് SSE. ഈവൻ ദെൻ ദേ ആർ ഡീംഡ് ടു ബി ദി ഇൻകം ഓഫ് ദി SSE, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. ഓക്കെ, അതാണ് അഗ്രഗേഷൻ ഓഫ് ഇൻകം. ഇനി നമ്പർ 3, how will you consider taxable income received by a minor child? അതും ഈ പറയുന്ന ക്ലബിംഗ്
ക്ലബിംഗ് ആണ്. ഇത് ക്ലബിങ്ങിൻ്റെ അടിയിൽ വരുന്നതാണ്. മൈനർ ചൈൽഡിൻ്റെ സ്പൗസിൻ്റെ ഒക്കെ ഇൻകം വരുമ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അതിൻ്റെ തിയറി മൈനർ ചൈൽഡ് പലപ്പോഴും വരാറുള്ളതാണ്. സോ ഇതാണ് ആൻസർ. ദി ഇൻകം ഓഫ് മൈനർ ചൈൽഡ് അതർ ദാൻ എ ഫിസിക്കലി മെന്റലി ഹാൻഡിക്യാപ്ഡ് മൈനർ ചൈൽഡ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് പാരന്റ് ആസ് ഷോൺ ബിലോ ഇഫ് ദി ഇൻകം ഈസ് നോട്ട് ഏൺഡ് ഔട്ട് ഓഫ് ഹിസ് സ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈനർ ചൈൽഡ് ആ കുട്ടിയുടെ കഴിവ് കൊണ്ടാണ് ഇൻകം ഏൺ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ആ കുട്ടിയുടെ പേരിലാണ് പോവുക. അതല്ലെങ്കിലാണ് ഇങ്ങനെ വരാം. ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ആരുടെ എന്താണ് ഇൻകത്തിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പാരൻറ്റിൻ്റെ. വേർ ദി മാരേജ് ഓഫ് ഹിസ് പാരൻസ് സബ്സിസ്റ്റ് ഇൻ ദി ഇൻകം ഓഫ് ദാറ്റ് പാരൻറ്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻ്റ് അച്ഛനോ അമ്മയോ രണ്ടുപേരിലും ആർക്കാണോ കൂടുതൽ ഇൻകം വരുന്നത് അവരുടെ ഇൻകവുമായിട്ടാണ് നമ്മൾ മൈനർ ചൈൽഡിൻ്റെ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. Where the marriage of his parent does not subsist in the income of the parent who maintains the child in the previous year. ഇനിയിപ്പോൾ എന്താ പറയുക, അതല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കല്യാണം അല്ലേ, വെറുതെ എക്സിസ്റ്റ് ഇല്ല, പാരൻസ് കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ ഡിവോഴ്സും അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരാണോ ഈ കുട്ടിയെ നോക്കുന്നത് അവരുടെ ഇൻകത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്യേണ്ടി വരും മൈനർ ചൈൽഡിൻ്റെ. When the income of the minor child is included in the income of parent, the parent is entitled to exemption up to 1,500 per minor child under section 10 subsection 32. അപ്പോൾ പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിനെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ക്ലബ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പാരൻറ്റിന് എക്സംഷൻ ലഭിക്കും. ഒരു മൈനർ ചൈൽഡിൻ്റെ ഇൻകം ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ പാരൻറ്റിന് 1,500 രൂപ 1,500 എക്സംഷൻ ലഭിക്കുന്നതാണ്. ഇതാണ് മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. Where an assessee receives in a financial year arrears of salary, advance salary, salary of more than 12 months, profit in lieu of salary, arrears of family pension, and thereby his income is taxed at a higher rate than at which it would have or otherwise been taxed. In such a case, the assessing officer shall, on an application received from assessee, grant relief under section 89. അപ്പോൾ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ അരിയേഴ്സ് ഓഫ് സാലറി അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സാലറി ഇല്ലേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരിയർ സാലറി കിട്ടിയതാ, നമുക്ക് കിട്ടാനുള്ള പൈസ ഉണ്ടായിരുന്നു, അത് കിട്ടിയതാണ്. അപ്പോൾ സാധാരണ ലഭിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ അവിടെ അറ്റ് എ ടൈമിൽ നമ്മുടെ കയ്യിലോട്ട് വരല്ലേ, അപ്പോൾ ടാക്സ് അവിടെ ഓട്ടോമാറ്റിക്കലി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അസസിങ് ഓഫീസർ നമുക്ക് തരുന്ന എന്താണ് റിലീഫ്, അതിനെയാണ് പറയുക റിലീഫ്. അസസിങ് ഓഫീസറാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് തരുന്നതാണ് ഈ പറഞ്ഞ റിലീഫ് എന്ന് പറയുന്നത്. റിലീഫ് ഓഫ് ടാക്സ് ചെറിയൊരു എമൗണ്ട്. വാട്ട് ഈസ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 എന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് ആൻസർ, 2 മാർക്സ് ലഭിക്കും. ഇനി ഞാൻ പറഞ്ഞോ C to 80U ഡിഡക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ സെക്ഷൻ 80GG ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് 80GGയിൽ പറയണത്? എൻ എംപ്ലോയി ഹൂ ഈസ് നോട്ട് ഇൻ റിസീപ്റ്റ് ഓഫ് ഹൗസ് റെന്റ് അലവൻസ് ഫ്രം ഹിസ് എംപ്ലോയർ or a self-employed person can claim relief under section 80GG in respect of rent paid by him towards furnished or unfurnished residential accommodation occupied by him. Deduction: least of the following amount shall be allowed as deduction. ഈ പറയുന്ന 3 എമൗണ്ടിൽ ഏറ്റവും കുറവാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുക. എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം, 25% ഓഫ് ടോട്ടൽ ഇൻകം, 5,000 പെർ മന്ത്. ഇതാണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആണ് കുറയ്ക്കാൻ സാധിക്കുക. ദി ടോട്ടൽ ഇൻകം ഫോർ ദിസ് പർപ്പസ് മീൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ സെക്ഷൻ 80 C to 80U. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80 C to 80U ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്ത് എക്സെപ്റ്റ് 80GG. 80GG ആണല്ലോ ഈ സംഭവം. അപ്പോൾ ലഭിക്കുന്ന എമൗണ്ട് ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ
That's about 80GG ട്ടോ. എന്താണ്? an employee he is not in receipt of HRA ലഭിക്കാത്തൊരു എംപ്ലോയർ ദെൻ ആ വ്യക്തി റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 80GG പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് തോന്നിയ പോലെ പറ്റില്ല. ഈ 3 എമൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ആണ് പറ്റുള്ളൂ. Question number 6. Write short note on CBDT. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പെക്സ് അതോറിറ്റി ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ഈസി ക്വസ്റ്റ്യൻ. With the purpose of administering the income tax affairs, the government of India has constituted an apex authority known as Central Board of Direct Tax, CBDT. This board is constituted under the Central Board of Revenue Act 1963. It is the highest authority of income tax department and functions under the Ministry of Finance of the Government of India. അപ്പോൾ direct tax അല്ല, അതിൻ്റെ apex authority ആണ് CBDT. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ ഇതൊക്കെ നോക്കിയേ ഡിറക്റ്റ് ടാക്സിലത്തെ ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു പാർട്ട് എയിൽ നമുക്ക് വരുന്നത് 15 ചോദ്യങ്ങളാണ്. കണ്ടോ, ഈ 15 ചോദ്യങ്ങളിൽ മിക്കതും ഒരു 7-8 ചോദ്യങ്ങൾ ഡിറക്റ്റ് ടാക്സിൽ നിന്നും ബാക്കിയുള്ളത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും GST നിന്നാണ് വരിക. ഇതിപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? 1 2 3 4 5 6 കണ്ടു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലോട്ടാണ് പോകുന്നത്. വാട്ട് ഡു യു മീൻ ബൈ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്? അസസ്മെന്റ് പഠിക്കുക, അസസ്മെന്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്? ഇഫ് ഇറ്റ് ഈസ് practically difficult to determine as to whom the income pertains, ആരാണ് ഇൻകം അടയ്ക്കാൻ ബാധ്യസ്ഥൻ എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദി അസസിങ് ഓഫീസർ ക്യാൻ അസസ് ദി പേഴ്സൺ ഹു ഈസ് ഫൗണ്ട് ടു prima facie recipient ഓഫ് ദി ഇൻകം. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ അസസിങ് ഓഫീസർക്ക് വരാണെങ്കിൽ, prima facie എന്ന് പറഞ്ഞാൽ എന്താ, പ്രഥമ ദൃഷ്ടിയാൽ അസസിങ് ഓഫീസർക്ക് തോന്നുന്നത് ആരാണോ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. This is called protective assessment or precautionary assessment because such an assessment is done as precaution to protect the revenue. അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് ഇത് ആരുടെയാണ് ഇൻകം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ prima facie ആദ്യത്തെ പ്രഥമ ദൃഷ്ടിയാൽ അസസിങ് ഓഫീസർക്ക് തോന്നുന്നത് ആരെയാണോ അവരെ പരിഗണിക്കാം. അതിനെയാണ് അങ്ങനെ അസസ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ പ്രിക്വേഷണറി അസസ്മെന്റ് എന്ന് പറയാം. Moving to question number 8. What is TDS Certificate of Income Tax? നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. TDS എന്താണ്, TCS എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. സോ TDS Certificate of Income Tax. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതിനെയാണ് TDS എന്ന് പറയാം. So the person deducting the tax at source has to issue a certificate of deduction to the assessee stating the amount of tax deducted at source in the prescribed form 16 in case of salaries and form 16A in all other cases. അപ്പോൾ TDS നമ്മൾക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ദി പേഴ്സൺ ഡിഡക്റ്റിംഗ് TDS നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് അവിടെ ഇഷ്യൂ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന TDS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സാലറിയുടെ കേസിലാണെങ്കിൽ അത് ഫോം 16 മറ്റ് ഹെഡ്സിൻ്റെ കേസിൽ 16A ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ 8 ചോദ്യങ്ങൾ ഡിയറക്റ്റ് ടാക്സിൽ നിന്ന് വന്നത്. ഇനി ബാലൻസ് വരുന്നൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിഫൈൻ സീറോ റേറ്റഡ് സപ്ലൈ. ഇറ്റ് മീൻസ് എനി ഓഫ് ദി ഫോളോയിങ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, നെയിംലി export of goods or services or both. Number 2, supply of goods or services or both to a special economic zone or developer of SEZ unit. അപ്പോൾ ഈ പറയുന്ന ഇതിനൊക്കെയാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയാം. സീറോ റേറ്റഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, 0. ഇതിനൊക്കെയാണ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കൺസെപ്റ്റ് അല്ലേ. നമ്മൾ GSTയിൽ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ സപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ GST ചാർജ് ചെയ്യുക. അപ്പോൾ അവിടെ സീറോ റേറ്റ് വരുന്നത് ഇതിനൊക്കെയാണ് പറയുന്നത്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, അതുപോലെ തന്നെ SES സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ വരുമ്പോഴാണ് ഈ പറയുന്ന സീറോ റേറ്റഡ് സപ്ലൈ അപ്ലിക്കബിൾ ആവുക. നമ്പർ 10. വാട്ട് ഈസ് HSN കോഡ്? ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ കോഡ്. HSN code is a multi-purpose international product nomenclature developed by the World Customs Organization. This system has been introduced for the systematic classification of goods,
to facilitate international trade നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HSN കോഡ്. In addition to uniform classification, HSN code is highly useful in determining the base for custom tariffs and collection of international trade statistics. അപ്പോൾ നമുക്ക് ട്രേഡ് നടത്താൻ ഇന്റർനാഷണൽ ട്രേഡിനെ ഏറ്റവും ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ HSN കോഡ്. ഓക്കെ, 2 മാർക്സിന് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. നമ്പർ 11, what is GSTIN? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. 2 മാർക്കിന് വീണ്ടും പ്രതീക്ഷിക്കാം. All business entities registering under GST will provide a unique identification number known as GSTIN. GST identification number. GST identification numberനെയാണ് GSTIN എന്ന് പറയാം. This will ensure better administration by the authority and greater compliance by taxpayers and hopefully improve tax collection. അപ്പോൾ അങ്ങനെ ഒരു GSTIN ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ഓഫ് GST identification number. Every taxpayer will be assigned a state-wise PAN-based goods and services taxpayer identification number GSTN, which will be 15-digit long. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GSTN എന്ന് പറയുന്നത് കൊടുക്കുന്നത് കേട്ടോ. GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ബേസിക്സ് ആണ് GSTയുടെ. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 വർഷത്തെ പേപ്പറിലുണ്ടായിരുന്നു. മീൻസ് ക്രെഡിറ്റ് ഓഫ് സെൻട്രൽ ടാക്സ്, state, union, territory tax and integrated tax available to a registered person on the inward supply of goods or services or both made to him, excluding the tax paid on supplies liable to composite tax. It further includes the integrated tax applicable on import of goods or services and the tax payable under reverse charge mechanism. ഇൻപുട്ട് ടാക്സ് ITC എന്ന് പറയുന്നത് വളരെ ബേസിക്സ് ആണ് GSTയുടെ. എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു ടോപ്പിക്കാണിത്. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ഉണ്ടാവുമല്ലോ, ക്വിക്ക് റിവിഷൻ, അതിൽ ഇതൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് എല്ലാവരും അറ്റൻഡ് ചെയ്തോളൂ. ബിക്കോസ് ITC എന്ന് പറയുന്നത് ബേസിക്സ് ആണ്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് എന്ന് പറയുമ്പോൾ എൻ കസ്റ്റമർ മാത്രം അടച്ചാൽ മതി. അതാണല്ലോ GSTയുടെ ബേസിക്സ് എന്ന് പറയുന്നത്. അതാണ് ബേസിക്കായിട്ട് എപ്പോഴും പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണോ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ അത് കൺസ്യൂം ചെയ്യുന്നത് അവരാണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കാസ്കാഡിങ് ഇഫക്റ്റ് എന്താണ്, ഇതൊക്കെ ബേസിക്സ് ആണ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് വരാറുള്ളതാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഈസ് GSTR1? GSTRൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാ പേപ്പറിലും വരാറുണ്ട്. So the taxpayer should report the details of his outward supplies of goods and services in GSTR1. This has to be mandatorily done by 11th of subsequent month. GSTR1 is the basis of future flow of credit, matching of credit reconciliations, etc. GSTR1 ആണ്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം GSTR9 ആണ് ചോദിച്ചത്, 9B ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ പേപ്പറിൽ നടന്ന മറ്റൊരു ചോദ്യം, സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ്? ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇൻ സർട്ടൻ കേസസ് ദി ടാക്സ് അതോറിറ്റീസ് മേ direct for special audit by a chartered accountant or a cost accountant to be nominated by the commissioner. Normally, such an audit is resorted to by an officer not below the rank of assistant commissioner when he is of the opinion that the accounts are complex in nature or there is a chance for loss of revenue. This is called special audit. അപ്പോൾ സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ആര്? അസിസ്റ്റന്റ് കമ്മീഷണറിനെ, അല്ലെ? മിനിമം അത്ര റാങ്കുള്ള ആള്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഐഡിയ ഓഫ് വേ ബിൽ എന്താണ്? ഇലക്ട്രോണിക് വേ ബിൽ ഈസ് എ കമ്പൽസറി ഡോക്യുമെന്റ് ഫോർ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓഫ് വാല്യൂ എക്സീഡിങ് 50,000, 50,000 കൂടുമ്പോഴാണ് ഈ വേ ബില്ല് വേണ്ടത്. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഷാൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് value for applicability of e-way bill. E-way bill is required for interstate as well as intrastate movement of goods. However, state governments can decide the limit of value of goods for intrastate movements. അപ്പോൾ ഇതാണ് e-way bill കേട്ടോ, നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ്
ഡിസ്കസ് ചെയ്തത്. പാർട്ട് എയിലുള്ള 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടേട്ടോ. ഓക്കെ, അപ്പോൾ പാർട്ട് എ നമ്മളിപ്പോൾ കഴിഞ്ഞു. ഓക്കെ, പാർട്ട് എ ബാലൻസ്. അപ്പോൾ നമ്മൾ കണ്ടത് 8 ചോദ്യങ്ങൾ ഡിറക്റ്റ് ടാക്സും 7 എണ്ണം ഇൻഡയറക്റ്റ് ടാക്സിലത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. മാക്സിമം 25 മാർക്ക്. ഇനി നമുക്ക് പാർട്ട് ബിയിലോട്ട് പോവാം. 8 ചോദ്യങ്ങളാണ് വരുന്നത്. 8 ചോദ്യത്തിലെ ഒരു പ്രോബ്ലവും ബാക്കി 7 തിയറി ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി പാർട്ട് ബിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്നാ പിടിച്ചോ, പാർട്ട് ബി ഇവിടെ. ഓക്കെ, അപ്പോൾ 8 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. മാക്സിമം 35 മാർക്സ്. Question number 16. Explain any 10 deductions allowed under Section 80C of Income Tax Act 1961. അപ്പോൾ 80Cയിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു 10 ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതിലേതെങ്കിലും ഒരു 10 നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. 80Cയിലുള്ളതല്ലേ, ഇതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. എന്തൊക്കെയാണ് 80Cയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബുക്കിൽ നോക്കിയാൽ കാണാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ്, എമൗണ്ട് പെയ്ഡ് ഫോർ കോൺട്രാക്ട് ഓഫ് ആന്വിറ്റി, അതുപോലെ തന്നെ PPF ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. സോ ഇതിൽ ഏതെങ്കിലും ഒരു 10 എഴുതുക. ഇതിലിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങളുടെ ബുക്കിലുണ്ടായിരിക്കും. ഇതിലിപ്പോൾ ഒരു 10-16 ആ ബുക്കിലുള്ള മൊത്തം എന്താണ് ഡിഡക്ഷൻസ് ഒരു 25 ഉണ്ട് ടോട്ടൽ. ഇതിൽ ഏതെങ്കിലും 10 എഴുതിയാൽ മതി കേട്ടോ. 80C എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ഐറ്റംസ് ഉള്ളതാണ്. അതിലേതെങ്കിലും ഒരു 10 ഇനി 10 എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ടോട്ടൽ 25 ഉണ്ട്. ഇതിലേതെങ്കിലും 10 മെൻഷൻ ചെയ്താൽ മതി. സോ ദാറ്റ്സ് അബൌട്ട് അത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17. What is meant by the expression best judgment assessment? What are the consequences of compulsory best judgment assessment? അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഞാൻ പറഞ്ഞതാണ്. അസസ്മെന്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും എന്നുള്ളത്. സോ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്താണ്? വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? ഇതാണ് ചോദ്യം. നോക്കിയേ, where the SSC has failed to make the voluntary return, വോളണ്ടറി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഫെയിലിയർ വരുത്താണ്. ഹാസ് നോട്ട് സബ്മിറ്റഡ് എ ബിലേറ്റഡ് റിട്ടേൺ, അതും ചെയ്തില്ല, റിവൈസ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 subsection 5 or fail to comply with all the terms of a notice requiring the SSC to produce accounts or other documents or information, or fails to get the accounts audited under section 142 subsection 2A. ഇനി ഒന്നും ചെയ്തില്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ, or where the return submitted is found to be incorrect or incomplete, ഒക്കെ മോശമാണു. The assessing officer has the power to make the a best judgment assessment. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSC പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ട്, റിട്ടേൺ ഫയൽ ഒന്നും ചെയ്യാണ്ടാവുമ്പോഴാണ് അസസിങ് ഓഫീസർക്ക് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാൻ പറ്റുക. അണ്ടർ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി SSC ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ദി അസസിങ് ഓഫീസർ യൂണിലാറ്ററലി on the basis of circumstantial evidence and other details obtained. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റിലെ അസസിങ് ഓഫീസർ ഉള്ള ഡീറ്റെയിൽസ് എവിഡൻസ് പ്രകാരം കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നുള്ളതാണ്. ദി ഫോളോയിങ് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അസസിങ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ചോദിച്ചത്. കോൺസിക്വൻസസ്: നമ്പർ 1, ദി SSC ബിക്കം ലൈബിൾ ടു പെനാൽറ്റി കിട്ടും, പ്രോസിക്യൂഷൻ ഉണ്ടാവും. SSC loses any right to bring on record any new facts before the appellate authority. അസസിങ് ഓഫീസർ പിടിച്ച് പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെന്ന് കൊടുത്തിട്ട് കാര്യമില്ല. ദി SSC loses the right ഓഫ് റീഫണ്ടും കിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ടൊന്നും ചെയ്യാതെ കണ്ട് പ്രശ്നങ്ങൾ റിട്ടേൺ ഒന്നും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുക? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തുമാര്? അസസിങ് ഓഫീസർ. എന്താ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് അസസിങ് ഓഫീസർ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യും. ദെൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? പെനാൽറ്റി കൊടുക്കണം, പ്രോസിക്യൂഷൻ വരും, പിന്നെ പുതിയ ഇൻഫർമേഷൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അവരൊന്നും എടുക്കില്ല, റീഫണ്ടും കിട്ടില്ല. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 7, 5 മാർക്ക്. ദെൻ നെക്സ്റ്റ് പാൻ, കമ്പൽസറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 10 ട്രാൻസാക്ഷൻ. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ, പഠിച്ചോളോ. ഗിവ് എക്സാമ്പിൾസ് ഓഫ് എനി 10 ട്രാൻസാക്ഷൻ. പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ എവിടെയൊക്കെ ഇപ്പം എല്ലായിടത്തും വേണമല്ലോ. നമ്പർ 1, സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂഡ് അറ്റ് 10 lakhs ഓർ 10 ലക്ഷത്തിനായിട്ടും കൂടിയ പാൻ വേണം.
സെയിൽ ഓർ പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പാൻ വേണം. ടൈം ഡിപ്പോസിറ്റ് എക്സീഡ് 50,000 രൂപയായിട്ടും കൂടുതൽ ബാങ്കിൽ ഇടാണെങ്കിൽ, പോസ്റ്റ് ഓഫീസിൽ ഇടാണെങ്കിൽ പാൻ വേണം. ദെൻ 5 lakhs കൂടുതൽ ടൈം ഡിപ്പോസിറ്റ് എന്താണ് ബാങ്കിൽ വരാണെങ്കിൽ, ടോട്ടൽ 5 lakh കൂടാണെങ്കിൽ പാൻ വേണം. ഡിപ്പോസിറ്റ് എക്സീഡിങ് 50,000 ഇൻ അക്കൗണ്ട് വിത്ത് പോസ്റ്റ് ഓഫീസ് 50,000 കൂടാണ് പാൻ വേണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ട് ഫോർ സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി അതിനും എക്സീഡിങ് 1 lakh പാൻ വേണം. ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് അതർ ദാൻ ടൈം ഡിപ്പോസിറ്റ് 2 in 3 ഇൻ എ ബാങ്ക്, ബാങ്കിൽ അക്കൗണ്ട് എല്ലാത്തിനും ഇപ്പോൾ പാൻ വേണം. പേയ്മെൻറ്റ് ടു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എക്സീഡിങ് 50,000 പാൻ വേണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഏതെങ്കിലും 10 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിവിടെ ടോട്ടൽ 19 കേസസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 10 ചോദിച്ചിരിക്കുകയാണ് കേട്ടോ, 5 മാർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് GST സിസ്റ്റം? റിപ്പീറ്റ് ആണ് കേട്ടോ, ബേസിക്സ് ആണ്. GSTയുടെ ബെനിഫിറ്റ് ആയിരിക്കും 1 nation 1 tax. നമ്പർ 2, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജും ചോദിക്കാറുണ്ട്. റിമൂവൽ ഓഫ് ബണ്ടിൽഡ് ഇൻഡയറക്ട് ടാക്സസ്, വാറ്റ്, GST, CST, ഈ പറയുന്ന ബണ്ടിൽ പലതരത്തിലുള്ള ടാക്സ് ഒക്കെ മാറ്റി ഒറ്റ ടാക്സായി GST. റിമൂവൽ ഓഫ് കാസ്കാഡിങ് ഇഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ്, ടാക്സ് ചാർജ് ചെയ്യുന്ന പരിപാടി മാറ്റി. ഇൻക്രീസ്ഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചും കൂടി ഈസി ആയി. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻക്രീസസ് ഡിമാൻഡ് വിൽ ലീഡ് ടു ഇൻക്രീസ് സപ്ലൈ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയണു, ഇറ്റ് വിൽ ബൂസ്റ്റ് എക്സ്പോർട്ട് ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ഇപ്പോൾ ബെനിഫിറ്റ്സ് ആണ് GSTയുടെ, വീണ്ടും പ്രതീക്ഷിക്കുക കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. നമ്പർ 1, എ രജിസ്റ്റേർഡ് പേഴ്സൺ സീക്കിംഗ് ക്യാൻസലേഷൻ ഓഫ് ഹിസ് രജിസ്ട്രേഷൻ ഷാൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ വിത്തിൻ 30 days ഓഫ് occurrence ഓഫ് ദി ഇവൻറ്റ് വാറണ്ടിങ് ക്യാൻസലേഷൻ. 30 ദിവസം മുമ്പ് ആപ്ലിക്കേഷൻ കൊടുക്കണം. ക്യാൻസലേഷൻ ബൈ പ്രോപ്പർ ഓഫീസർ ആണ്. ദി പ്രോപ്പർ ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് രജിസ്ട്രേഷൻ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ലയബിൾ ടു ബി ക്യാൻസൽഡ്. ആൾക്ക് ഉറപ്പാക്കണം. ഹി മേ ഇഷ്യൂ നോട്ടീസ് ടു ദി രജിസ്റ്റേർഡ് പേഴ്സൺ. കാരണം കാണിക്കൽ നോട്ടീസ് 7 ദിവസത്തിനുള്ളിൽ ചോദിക്കും. വൈ രജിസ്ട്രേഷൻ ഷുഡ് നോട്ട് ബി ക്യാൻസൽ, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, ചെയ്യണം എന്നുള്ള കാര്യകാരണ ഡീറ്റെയിൽസ് ചോദിക്കും പ്രോപ്പർ ഓഫീസർ. അതിനുശേഷം ദി പ്രോപ്പർ ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് സബ്മിറ്റഡ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഈസ് നോ ലോങ്ങർ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ്. ഓക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ ഷാൽ റിമെയിൻ ടെമ്പററിലി സസ്പെൻഡഡ് വൈൽ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഇസ് അണ്ടർ പ്രോസസ് സോ ദാറ്റ് ദി ടാക്സ് പെയർ ഈസ് റിലീവ്ഡ് ഓൺ കണ്ടിന്യൂഡ് കംപ്ലയിൻറ്റ്സ് അണ്ടർ ലോ. അപ്പോൾ ഇത് 4 സ്റ്റെപ്പുകളാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ബുക്കിലുള്ളതാണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21. ഇതും ചോദിക്കാറുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ദി ലെവി ഓഫ് CGST, SGST, IGST. ദി GST levied and collected at the time of supply of goods or services is shared equally by central government and state government or union territory. അറിയണമല്ലേ. ബേസിക്കലി GST has 2 components. 2 components ആണ് CGSTയും SGSTയും. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. സോ CGST ഇതാണ് ദി പാർട്ട് ഓഫ് GST collected at the time of supply and payable to the central government. SGST പാർട്ട് of GST collected at the time of supply and payable to state government ആണ്. or to state to which the supply take place is called SGST. then union territory ആണെങ്കിൽ UTGST എന്ന് പറയും. ഇനി integrated GST IGST ആണ്. is levied by central government. integrated GST is nothing but the sum of central GST and state GST. ഓക്കെ, interstate വരുമ്പോഴാണ്. വളരെ ഈസിയാണ് ചോദ്യം കേട്ടോ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ ബേസിക്സ് ആണ് ഇതൊക്കെ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് GST അതോറിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസ്. അപ്പോൾ GST അതോറിറ്റീസിൻ്റെ പവേഴ്സ് ആണ് ഈ പറയുന്ന ഇൻസ്പെക്ഷൻ. ലാസ്റ്റ് ചാപ്റ്റർ ആണത്. So inspection of any place of business may be ordered in the following situation. ഇപ്പോൾ ഇൻസ്പെക്ഷൻ എപ്പോഴൊക്കെ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാം. If the registered person has suppressed any transaction relating to supply of goods and services, suppressed the stock of goods in hand, claimed excess input tax credit,
violated any of the provision. 4-5 കേസസ് പറയുന്നുണ്ട്. ഇൻസ്പെക്ഷൻ്റെ ആണ് ആദ്യം. പിന്നെ നെക്സ്റ്റ് സെർച്ച്, ഇത് കുറച്ചൊരു അധികം എഴുതാനുണ്ട്, 5 മാർക്ക്. ഇനി അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ഇതാ, in the above case an officer not below the rank of joint commissioner വേണം, റൈറ്റിംഗ് വേണം. ദെൻ നെക്സ്റ്റ് ദി ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The documents of books or things so seized shall be retained by the officer sufficient period for examination enquiry proceedings. The following goods shall be disposed by the proper officer in prescribed manner. Goods are perishable, hazardous nature, depreciable with the passage of time. It is difficult to store the goods. Then any other relevant consideration. അപ്പോൾ ബുക്കിലുള്ളതാണ് കേട്ടോ ഏതൊക്കെ കേസസ് എന്നുള്ളത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട്. ഇൻസ്പെക്ഷൻ്റെ പോർഷൻ ആദ്യം. ഓക്കെ, പിന്നെ സെർച്ചിൻ്റെ ആണ് താഴെ വരുന്നത്. ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസ് ചെയ്യുക. പിന്നെ ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ, എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റും സെർച്ച് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇത് അത്യാവശ്യം എഴുതാനുള്ളൊരു ടോപ്പിക്കാണ്. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം ആണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടൊന്ന് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ആൻസറിലോട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 24 23. ദി ഗ്രോസ് ടോട്ടൽ ഇൻകം വളരെ ഈസി, 5 മാർക്ക് മേടിക്കാൻ ഈസിയാണ്. Amount at rupees gross total income 6 lakh in previous year ending 31st March. She has made the following donation and payments by check. Prime Minister Relief Fund ലേക്ക് എർത്ത് പിന്നെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ CMAS total income for income includes short time capital gain 5,000, long time 50,000. She has paid medical insurance premium 5,000 by check, 7,000 for LIC പെൻഷൻ ഫണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഇതിൻ്റെ ആൻസറിലോട്ട് പോവാം. വളരെ ഈസിയാണ്, 5 മാർക്സ്. എന്തായാലും ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെയും എസ്സേയിലും ഒരു പ്രോബ്ലം അതാണ് ഉണ്ടാവാറ് കേട്ടോ. സോ ആൻസർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം 6 lakh കിട്ടി. ഡിഡക്ഷൻസ് വരുന്നത് പെൻഷൻ ഫണ്ട് 7,000, മെഡിക്കൽ ഇൻഷുറൻസ് 4,000, ദെൻ ഡൊണേഷൻ 92,500. അത് കാൽക്കുലേറ്റ് ചെയ്ത് താഴെ കാണിച്ചിട്ടുണ്ട്. 80Gയുടെ നോ ലിമിറ്റ് ഡൊണേഷൻ 100% ഡൊണേറ്റഡ്. പ്രൈം മിനിസ്റ്ററുടെ 50, എർത്ത് ക്യൂക്ക് 20. നോ ലിമിറ്റ് ഡൊണേഷൻ ബട്ട് 50% എടുക്കുമ്പോൾ അതിൽ 7,500 രാജീവ് ഗാന്ധിയുടെ 15,000, അങ്ങനെ ടോട്ടൽ 92,500 ഡൊണേഷൻ 80G പ്രകാരം കിട്ടി. സോ ഡിഡക്ഷൻ കുറച്ച് ബാലൻസ് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം 4,96,500. ഇതാണ് കേട്ടോ ആൻസർ. ഓക്കെ, മൂവിങ് ടു പാർട്ട് സി. എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 എസ്സേ, അതിൽ ഒരു പ്രോബ്ലം 3 തിയറിയാണ്. നമുക്കപ്പോൾ പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ ആൻസറിലോട്ട് പിന്നെ പോവുകയും ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് വന്നിട്ടായിരുന്നു ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ഓക്കെ, പാർട്ട് സി. എനി 2 4 എണ്ണം ഉണ്ടാവും. 3 എണ്ണം ഡയറക്റ്റ് ടാക്സിൽ നിന്നും 1 എണ്ണം ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നാണ് വരാറ്. സോ ഈ പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ എ നോൺ റെസിഡൻറ്റ് 57 വയസ്സ് ആൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇൻകം ഫ്രം സാലറി, HP, ക്യാപിറ്റൽ ഗെയിൻ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ചോദ്യമായിരുന്നു കേട്ടോ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്, ക്യാഷ് ഫ്ലോ ഇൻകം, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസി ചെക്ക് എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2022-23. ഇതാണ്. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോവാം. ബാക്കിയൊക്കെ പിന്നെ തിയറിയാണ്. ഓക്കെ, അവിടെ ഇതാണ് ആൻസർ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. സോ ഇൻകം ഫ്രം സാലറി എഴുതി, HP, ക്യാപിറ്റൽ ഗെയിൻ, അതിൽ ലോസ് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ബാലൻസ് ഉള്ള എഴുതി. ഇൻകം ഫ്രം അതർ സോഴ്സസ്, ക്യാഷ് ഫ്ലോ ഇൻകം എഴുതി.
ഗ്രോസ് ടോട്ടൽ ഇൻകം 4,14,000 ലഭിച്ചു. ദെൻ അതിന് ശേഷം ഡിഡക്ഷൻസ് വന്നത് ATC പ്രകാരമുള്ളത് കുറച്ചിട്ടുണ്ട് 2 ATG ഡൊണേഷൻ ഉള്ളത് കുറച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇൻകം 4,14,000 കിട്ടി. ദെൻ ടാക്സ് ലൈബിലിറ്റി കാണുന്നു. അതിൽ ടാക്സ് ലൈബിലിറ്റിയിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻമേ 20% സെപ്പറേറ്റ് കാണണം. അങ്ങനെ 20% കിട്ടി 20,600. ദെൻ ക്യാഷ് ഫ്ലോ ഇൻകം ഉണ്ട്, അതിന് 30% നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഇൻകത്തുമേ. അപ്പോൾ അങ്ങനെ അത് 6,000 രൂപ കിട്ടി. ദെൻ ബാലൻസ് ഉള്ള എമൗണ്ട് അതിന് ടാക്സ് കണ്ടുപിടിക്കുന്നത്. അതിൽ ഫസ്റ്റ് 2,50,000 ഇല്ല, ബാലൻസ് പിന്നെ 20,000 ഉണ്ടായിരുന്നത്, 5% 1,000, അങ്ങനെ ടോട്ടൽ 27,600. സെസ് ആഡ് ചെയ്ത് 28,704. നമുക്കറിയാം റിബേറ്റ് കിട്ടും 5 ലക്ഷത്തിനായിട്ടും കുറവാണെങ്കിൽ. സോ ഇവിടെ സെസ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിബേറ്റ് അണ്ടർ സെക്ഷൻ 80 ബിക്കോസ് NRA ആണ്, അപ്പോൾ അതുകൊണ്ട് റിബേറ്റ് ഉണ്ടാവില്ല കേട്ടോ. സോ ടാക്സ് ഇത്ര എമൗണ്ട് അടയ്ക്കണം. ഓക്കെ, NRAക്ക് എന്തുണ്ടാവില്ല, റിബേറ്റ് ഉണ്ടാവില്ല. സോ ദാറ്റ്സ് അബൌട്ട് 10 മാർക്കിൻ്റെ ആദ്യത്തെ പ്രോബ്ലം. ഇതേപോലത്തെ ഒരു essay വരാം, എപ്പോഴും വരുന്നതാണ്, വളരെ ഈസിയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ ഒന്നും കൂടി വയ്ക്കാം. ഇതാണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച essay. Explain the types of income tax return. What are the steps involved in e-filing of return? വീണ്ടും പ്രതീക്ഷിക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കണം എന്നത്. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, വോളണ്ടറി റിട്ടേൺ, അതിൽ വരുന്ന കാര്യം ആരൊക്കെ വോളണ്ടറി റിട്ടേൺ ചെയ്യണം പറയുന്നുണ്ട്. കമ്പൽസറി റിട്ടേൺ 142 സബ്സെക്ഷൻ ഡിഫക്റ്റീവ് റിട്ടേൺ. അത് നിങ്ങൾ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നോക്കിക്കോളൂ കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദി എബോവ് പോയിന്റ്സ് ഈസ് നീഡഡ്. ഓക്കെ, ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഓരോന്നിൻ്റെയും കൊടുക്കേണ്ടത് കേട്ടോ. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഫൈലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഫൈലിംഗ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ബുക്കിലുണ്ട്. ആദ്യം വിസിറ്റ് www.incometaxindia അല്ലേ, ITR ഫോം എടുക്കുക. ദെൻ ഓഫ്ലൈൻ ഓർ ഓൺ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സക്സസ്ഫുൾ അപ്ലോഡ് ചെയ്യുക. ഇൻ ദി കേസ് ഓഫ് റിട്ടേൺ ഇസ് നോട്ട് ഡിജിറ്റലി സൈൻ, അത് ഫോം എടുക്കുക. ഓക്കെ, ഇനി സെൻഡ് കോപ്പി ടു ITR 5. ഇതാണ് ആൻസർ. സ്റ്റെപ്പുകൾ നമ്മൾ സാധാരണ ഒരു ITR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ഓക്കെ, വളരെ ഈസിയാണ്. ഇതാണ് essayക്ക് ചോദിച്ചതാണ് മറ്റൊരു ചോദ്യം. വീണ്ടും റിട്ടേണോ അസസ്മെൻറ്റോ പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടാക്സിൽ തന്നെ വന്നത്. എക്സ്പ്ലെയിൻ ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ്. വീണ്ടും പ്രതീക്ഷിക്കാം. ദി ഡിഡക്ഷൻ അറ്റ് സോഴ്സ് മീൻസ് ദാറ്റ് ദി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് certain incomes to the income earned deducts the income tax at the prescribed rate on such incomes before payment is made to them. എന്താണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് ഇൻകം കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ടാക്സ് പിടിച്ചിട്ട് ബാലൻസ് എമൗണ്ടുമേ കിട്ടുള്ളൂ. അതാണ് സംഭവം. ദി എമൗണ്ട് സോ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഷാൽ ബി ഡിപ്പോസിറ്റഡ് ബൈ ദി ഡിഡക്ടർ ഇൻ ദി ഗവൺമെൻറ് ട്രഷറിയിലേക്ക് നേരെ പോകും. ടാക്സ് ബാലൻസ് ഉള്ളത് കിട്ടുള്ളൂ. ദെൻ ദി ടാക്സ് സോ ഡിഡക്റ്റഡ് ഈസ് കോൾഡ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ഈ പറയുന്ന ഇൻകത്തിനൊക്കെയാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഉണ്ടാവുക. സാലറി കിട്ടുമ്പോൾ എംപ്ലോയർ ടാക്സ് പിടിച്ചിട്ട് ബാലൻസ് ഉള്ളത് തരുന്നു. ദെൻ പേയ്മെൻറ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഡിവിഡൻറ്റ്. ലോട്ടറി അടിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ 30% ടാക്സ് പിടിച്ചിട്ട് ബാലൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസസ്, പേയ്മെൻറ്റ് ടു റെസിഡൻറ്റ് കോൺട്രാക്ടേഴ്സ്, പേയ്മെൻറ്റ് ടു ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതൊക്കെ മെൻഷൻ ചെയ്യാം. പേയ്മെൻറ്റ് ഓഫ് NSS. ഓക്കെ, ഇത് മൊത്തം എഴുതി വെക്കണമെന്നില്ല. അതിൻ്റെ കണ്ട ഇത്രയധികം പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 10 പോയിൻ്റ് ഒക്കെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സിൻ്റെ ആൻസർ. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ വെക്കുന്നുണ്ട്. ഇതാ ആദ്യത്തെ 9 എണ്ണം, ഒരു 10 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അത് മൊത്തം ഉള്ളതുണ്ട്. ഓക്കെ, ഇതിൽ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ ടൈം ഓഫ് സപ്ലൈ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. എക്സ്പ്ലെയിൻ ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. വീണ്ടും പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ GST പറ്റിയുള്ള ബേസിക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലൈയിൽ ഏതെങ്കിലും ഒരെണ്ണം. മിക്കതും ടൈം ഓഫ് സപ്ലൈ ആണ് വരാം.
Time of supply is very important in GST law because the liability to pay tax on goods rises at the time of supply. Okay, so accordingly the time of supply of goods shall be the earlier of the following dates. അല്ലേ, ഈ രണ്ടെണ്ണത്തിൽ എങ്ങനെയാണ് എടുക്കുക? The date of issue of invoice by the supplier or the last date on which he is required to issue the invoice with respect to supplier. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടോപ്പിക്കാണ്. The date on which supplier receives the payment. In short, time of supply refers to the date of receipt of payment or date of issue, whichever is earlier. Okay, അതിൻ്റെ പ്രൊവിഷൻസ് ആണത് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാടുള്ളതാണ്. സോ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് റിവേഴ്സ് ചാർജ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് വൗച്ചേഴ്സ്. ഒരു പ്രാവശ്യം വൗച്ചേഴ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Then when it is impossible to determine time of supply, അത് മറ്റൊരു ഇത് പ്രൊവിഷൻസ് ആണത്. Then time of supply in case of additional payment. സോ ഇതാണ് SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 4 2 ഈസി ആയിട്ട് കിട്ടും കേട്ടോ. 3 ഡയറക്റ്റ് ടാക്സും 1 ഇൻഡയറക്റ്റ് ടാക്സും ആണ് വരാറ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഫുൾ ആൻസേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോന്നിൻ്റെ ആൻസർ അങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇനി നമുക്കിനി ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും പിന്നെ 30-ാം തീയതി നമ്മൾ ഈവനിങ്ങിൽ ലൈവ് ഇടുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഇതുവരെയായിട്ട് പഠിച്ച് കഴിയാത്ത കുട്ടികൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്രാഷ് കോച്ചിങ്ങിനെ ജോയിൻ ചെയ്യാം, നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.